ഞാൻ ലാസ്റ്റ് വീക്ക് ഒരു ട്രാവലിലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ലാസ്റ്റ് വീക്ക് റിലീസായ മൂവീസും സീരീസും ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ എത്തിയ ഉടനെ തന്നെ അതിരടിയും കറുപ്പും കണ്ടായിരുന്നു. സോ കറുപ്പ് കണ്ടിട്ടുള്ള എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ സിനിമ എനിക്ക് അത്രയ്ക്ക് വർക്ക് ആയില്ല. ജസ്റ്റ് ഒരു ഓക്കെ ഫീൽ ആണ്. ഒരിക്കലും ഒരു സൂര്യയുടെ ഒരു കംബാക്ക് മൂവി ഒന്നും പറയാൻ പറ്റത്തില്ല. പെർഫോമൻസ് വൈസ് നോക്കുവാണെങ്കിൽ സൂര്യയുടെ പെർഫോമൻസ് ആയാലും ആ ഒരു ക്യാരക്ടർ പ്രസന്റേഷൻ ആയാലും എല്ലാം അടിപൊളിയായിരുന്നു. അതല്ലാതെ വേറെ ഒന്നും അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് പറയാനായിട്ട് എനിക്ക് എവിടെയും ഫീൽ ചെയ്തില്ല സിനിമയിൽ. ഈ ഒരു സിനിമയുടെ സ്റ്റോറി എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കാലമായിട്ട് തമിഴ് ഇൻഡസ്ട്രിയിൽ കണ്ടുവരുന്ന ഒരു കോണ്ടന്റ് തന്നെയാണ്. അതായത് ദൈവങ്ങളുണ്ടല്ലോ, അവർ ഹ്യൂമൻ ഫോമിൽ അല്ലെങ്കിൽ അവർ നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ വരുന്ന കുറച്ച് സ്റ്റോറീസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ പണ്ടത്തെ എം.എ. കൃഷ്ണൻ ചെയ്ത കുറച്ച് മൂവീസ് ഉണ്ട്, അല്ലെങ്കിൽ ആർ.ജെ. ബാലാജി തന്നെ ചെയ്ത മൂക്കുത്തി അമ്മൻ. സോ അങ്ങനത്തെ ഒരു മൂവീസിന്റെ ഒരു കോണ്ടന്റ് ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, സൂര്യ എന്ന് പറയുന്ന കറുപ്പ് സ്വാമിയാണ്. സോ പുള്ളിക്കാരൻ മനുഷ്യർ ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് ഇറങ്ങി വരുന്നതും പിന്നീട് നടക്കുന്ന ഇവന്റ്സ് ഒക്കെയാണ് സിനിമ സംസാരിച്ചിരിക്കുന്നത്. സിനിമയിൽ എനിക്ക് ആകെ ഇഷ്ടപ്പെട്ടെന്ന് പറയുന്ന സൂര്യയുടെ പെർഫോമൻസ് ആണ്. ആൻഡ് സിനിമയിലെ ആ ഒരു കറുപ്പ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ കറുപ്പ് സ്വാമി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിന് ഭയങ്കര ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള സൂര്യയുടെ പെർഫോമൻസ് ഉണ്ട്. അതൊക്കെ അടിപൊളിയായിരുന്നു. അതല്ലാതെ വേറൊന്നും അങ്ങനെ എടുത്തു പറയാനായിട്ട് അല്ലെങ്കിൽ വേറെ ലെവലായിട്ട് പോയതായിട്ട് സിനിമയിൽ എനിക്ക് എവിടെയും ഫീൽ ചെയ്തിട്ടില്ല. ആൻഡ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ സ്ക്രീൻ പ്ലേ തന്നെയാണ്. ഈ ഒരു മൂവിയുടെ കണ്ടന്റ് കാര്യങ്ങളൊക്കെ നൈസ് ആണ്, നല്ല രീതിക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നുണ്ടെങ്കിലും സിനിമ മുന്നോട്ട് പോകുന്ന ഒരു പ്രസന്റേഷൻ, ആ ഒരു സ്ക്രീൻ പ്ലേ ഭയങ്കര ബോറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നല്ല രീതിക്ക് ഒരു സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും പിന്നീട് അങ്ങോട്ട് പോകും തോറും സിനിമ കംപ്ലീറ്റ്ലി കയ്യിൽ പോയൊരു ഫീൽ ആയിരുന്നു. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, നൈസ് ആയിരുന്നു. ശരിക്കും സിനിമയുടെ ഫസ്റ്റിൽ തന്നെ സൂര്യ എന്താണ്, സൂര്യയുടെ ക്യാരക്ടർ എന്താണ്, ആ പവേഴ്സ് എന്താണെന്ന് കാണിക്കുന്നുണ്ട്. അത് ഓക്കെ, കുഴപ്പമില്ല, നൈസ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും പക്ഷെ സെക്കൻഡ് ഹാഫ് ഭയങ്കര ബോറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു നൂല് പൊട്ടിയ പട്ടം പോലെ എങ്ങോട്ടേക്കോ സിനിമ പോകുന്നു, അങ്ങനത്തെ ഒരു ഫീൽ ആയിരുന്നു. ഇതൊരിക്കലും സൂര്യയുടെ ഒരു കംബാക്ക് മൂവി ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. തിയേറ്റർ എക്സ്പീരിയൻസ് നോക്കുവാണെങ്കിൽ കുറച്ച് നൈസ് ആയിട്ടുള്ള എലമെന്റ്സ് ഒക്കെ ഉണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ ഓവറോൾ മൂവി നോക്കുമ്പോൾ ജസ്റ്റ് ഒരു ഓക്കെ ഫീൽ ആയിരുന്നു. എസ്പെഷ്യലി സൂര്യ ഒഴിച്ച് ബാക്കി എല്ലാം ഒരു ഡൗൺ ആയിട്ടാണ് എനിക്ക് സിനിമയിൽ തോന്നിയത്. സൂര്യയുടെ പെർഫോമൻസും ആ ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്യണതും അല്ലെങ്കിൽ ക്യാരക്ടർ പ്രസന്റേഷനും പെർഫോമൻസ് ഒക്കെ നൈസ് ആയിരുന്നു. അല്ലാതെ സിനിമയിൽ അങ്ങനെ എടുത്തു പറയാനായിട്ട് വേറെ ഒന്നുമില്ല. പിന്നീട് ആ സിനിമയുടെ കോണ്ടന്റ് ആയാലും നമുക്ക് ഓൾറെഡി പല മൂവീസ് കണ്ടിട്ടുള്ളതുകൊണ്ട് നമുക്കറിയാം ഓക്കെ ഇത് എങ്ങോട്ടാ പോകുന്ന, സിനിമ എങ്ങനെയായിരിക്കും എന്നൊക്കെ നമുക്കറിയാം. സെക്കൻഡ് ഹാഫ് ഒക്കെ കഴിഞ്ഞപ്പോൾ നല്ല ലാഗ് ഫീൽ ചെയ്തു, അല്ലെങ്കിൽ ഒരു സൂര്യ പടം, ഒരു കൊമേഴ്ഷ്യൽ എലമെന്റ് ഉള്ള ഒരു മൂവി കാണുന്നുള്ള ഒരു ഫീലും എനിക്ക് എവിടെയും കിട്ടിയില്ല. എങ്ങനെയെങ്കിലും തീർന്നു കിട്ടിയാൽ മതി എന്ന് വരെ എനിക്ക് തോന്നി. അങ്ങനത്തെ ഒരു രീതിയിലാണ് സിനിമയുടെ പ്രസന്റേഷൻ പോയിരിക്കുന്നത്. എന്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, എല്ലാവർക്കും ഇങ്ങനെ ആയിരിക്കത്തില്ല. എനിക്ക് സൂര്യ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ സൂര്യയുടെ ഒരു കംബാക്ക് അല്ലെങ്കിൽ സൂര്യയുടെ പീക്ക് മൂവി എന്നൊന്നും ഒരിക്കലും ഞാൻ പറയത്തില്ല. പെർഫോമൻസും ആ ഒരു സിനിമയുടെ ക്ലൈമാക്സ് പോർഷൻ ഒക്കെ നൈസ് ആയിരുന്നു. ക്ലൈമാക്സിൽ ഒരു എലമെന്റ് ഉണ്ട്, അത് കൊള്ളാം, നല്ല രീതിക്ക് മൂപ്പർ ചെയ്തിട്ടുണ്ട്, നല്ല രീതിക്ക് ഞാൻ ആ സീനും കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ അതല്ലാതെ എടുത്തു പറയാൻ എനിക്ക് അങ്ങനെ ഒന്നും എവിടെയും ഫീൽ ആയിട്ടില്ല. ജസ്റ്റ് ഒരു ഓക്കെ ഫിലിം. ആ ഒരു ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ലാതെ പോയി, അതല്ലാതെ സിനിമയിൽ വേറെ ഒന്നുമില്ല. സോ എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക. ഓൾറെഡി ഈ മൂവി ഒരുപാട് പേര് കണ്ടാണ്, ഞാൻ കണ്ടത് ലേറ്റ് ആയി പോയി, അത്രേ ഉള്ളൂ. സോ എന്തായാലും ഇതുവരെ സിനിമ കാണാത്തവരാണെങ്കിൽ മൂവി പോയി കണ്ടു നോക്കുക. ഓൾറെഡി ഈ മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.